ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം, നിങ്ങൾക്ക് മിസ്സിങ് ആയ ഒരു കാര്യം മാത്രം തിരയുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. ഒരു പക്ഷേ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് എന്തോ ഒരു കാര്യം കുറവാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം. കാരണം അത്രയും ഹാപ്പിനെസ് നിങ്ങൾക്ക് ഈ സമയം കിട്ടും. ഈ സമയത്തെ ഒരു എനർജി അങ്ങനെയാണ്. അപ്പോൾ ഒരു നല്ല ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് നിങ്ങൾക്ക് എന്തോ ഒരു വിഷമത്തിന് സാധ്യത കാണുന്നുണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിഷമിച്ചിരിക്കണ്ട എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈ സമയം ധാരാളമായിട്ട് ഇവിടെ സന്തോഷം വരുന്നുണ്ട്. പിന്നെ ഇവിടെ സൺ ഗാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഇരുട്ട് മാറി ഒരു സൂര്യൻ ഉദിക്കുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരു കാർമേഘം ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലാണ് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഇരുട്ട് മാറ്റി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കത് മറ്റാരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ശരിക്കും മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമെന്നാണ് കാണുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പ്ലാനുകൾ പ്രാവർത്തികമാക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ്. ദീർഘകാലം മുന്നേയുള്ള ഒരു ആഗ്രഹം സാധ്യമാകുമെന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തോട് നിരന്തരം നന്ദി പറയുക. നമ്മളെ സഹായിക്കുന്ന എല്ലാവരോടും നന്ദി പറയുക. ഈ സമയം നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടെ ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അറിവ് പറഞ്ഞു തരുന്നവർക്ക് അത്തരത്തിൽ നമ്മൾ ഏത് കാര്യത്തിൽ നിന്നാണോ ഒരു നന്മ സ്വീകരിക്കുന്നത് അതിന് നമ്മൾ നന്ദി പറയുക. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടെ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി പറയുക. നമ്മുടെ ഫുഡിന്, നമ്മുടെ വസ്ത്രത്തിന്, അതിനൊക്കെ നന്ദി പറയുക. നമ്മൾ നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ കൂടുതൽ ചെയ്യുന്നത് ആ കാര്യങ്ങൾ കൂടുതലായിട്ടും ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ടും നെഗറ്റീവിന് സ്ഥാനം കൊടുക്കാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതൊരു യൂണിയനാണ്, ഒരു ഹാപ്പി ഫാമിലിയാണ്. അപ്പോൾ ബ്ലെസ്സിങ്സ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഫാമിലിയുമായിട്ടൊന്ന് റീകണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത്. ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ട്രാവൽ ചെയ്തു പോയി നിങ്ങളുടെ ഫാമിലിയെ കാണാൻ പറ്റുന്നു.
അല്ലെങ്കിൽ അവരുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ കുറേ കാലമായിട്ട് കുട്ടികളെയൊക്കെ കാണാതിരുന്ന അച്ഛനും അമ്മയും ഒക്കെ തിരിച്ച് കുഞ്ഞുങ്ങളെ കാണാനായിട്ട് വരുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ ഓണത്തിനൊക്കെ നാട്ടിൽ വരുന്ന ആൾക്കാരുണ്ടായിരിക്കണം. അപ്പോൾ അവർ നാട്ടിൽ വന്ന് ഫാമിലിയോടൊപ്പം ഇരിക്കുന്നതാവാം. അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ കാത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊരു യൂണിയൻ ഉണ്ട്. അപ്പോൾ അതിൽ വളരെ സന്തോഷിക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഒരു പക്ഷേ അവരുടെ ഫ്യൂച്ചർ കൂടുതൽ ബ്രൈറ്റ് ആക്കുന്നതിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ടിരിക്കാനുള്ള കുറച്ചധികം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. പിന്നെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായ ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് മതിയാക്കാനാണ് ഇവിടെ പറയുന്നത്. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ. നിങ്ങൾക്കറിയാം ചിലർ നെഗറ്റീവാണെന്ന്. പക്ഷേ എന്നാലും അവരിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റാതിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളോടും മറ്റുള്ളവരോടുമൊക്കെ ഫൊർഗീവ് ചെയ്ത് കൊടുത്ത് നിങ്ങളവരെ അവരുടെ വഴിക്ക് വിട്ട് കളയുക. പ്രത്യേകിച്ചും നമുക്ക് നെഗറ്റീവ് തരുന്ന ആൾക്കാരുമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് ഒന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർ മനഃപൂർവ്വം നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ടാവാം. നമ്മുടെ ഉയർച്ചയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് മാറുക. അവരിൽ നിന്നുമൊന്ന് അകന്നു മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ചില കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയാൽ നമുക്കതിൽ നിന്ന് മാറാൻ പറ്റൂല. അപ്പോൾ ആ ഒരു കാര്യം ഈ സമയം നിങ്ങളൊന്ന് ചിന്തിക്കുക. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ ഒരു കാര്യം നല്ലതല്ലല്ലോ, അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യത്തിനും ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾക്കങ്ങനെ എന്ത് വേദനിപ്പിക്കുന്ന കാര്യം സംഭവിക്കുന്നതിനും പിറകിൽ അതിനൊരു ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അല്ലാതെ നഷ്ടപ്പെട്ടു പോയതിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലാത്ത ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾ മതിയാക്കണം എന്നുള്ളതാണ്. പിന്നെ 9 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ധാരാളം പൈസ ഈ ഒരു സമയം കിട്ടുമെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ ഹാർഡ് വർക്ക് ചെയ്ത കാര്യം, അത്തരത്തിൽ ഹാർഡ് വർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ. അതായത് കുറച്ച് ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങുകയോ അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ വാങ്ങുകയോ ഒക്കെ ചെയ്യാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് നല്ലൊരു ഐഫോണൊക്കെ വാങ്ങാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പൈസ ചിലവാക്കുന്നുണ്ടാവാം. ചില ആൾക്കാർ ചിലപ്പോൾ നല്ലൊരു വണ്ടി വാങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ നല്ല വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രൗഡായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് സ്വയം ഒരു തിരിച്ചറിവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. പിന്നെ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്.
ശരിക്കും നിങ്ങൾ ഈ സമയം ഫിനാൻഷ്യലി വളരെ സക്സസ്സിലേക്ക് എത്തുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. ഒരുപാട് ആൾക്കാരും വളരെ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് ഇറങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കുണ്ടായ ഒരു ഫിനാൻഷ്യൽ ലോസ് നികത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് മറ്റെവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ആ ഒരു നഷ്ടം നികത്താനായിട്ട് ഉള്ള ഒരു പൈസ നിങ്ങൾക്ക് വരുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം ആലോചിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പൈസയെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വളരെയധികം ആലോചിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട്. ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് പൈസയെക്കുറിച്ച് ഈ സമയം നിങ്ങൾക്ക് വരുന്നു എന്നും കാണുന്നുണ്ട്. പിന്നെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻഡ് ആകുന്നു എന്നാണ്. നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഒരു അസുഖത്തിലായിരുന്നിരിക്കാം. ഒരു അസുഖം വന്ന് ചിലപ്പോൾ നിങ്ങൾ കിടപ്പിലായി പോയ ആളുകളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു സമയം അതിൽ നിന്ന് നിങ്ങളൊന്ന് എണീക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ അസുഖം ഭേദമാകുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ വലിയ ഇഷ്യൂസ് വന്ന് വലിയ ചതി വന്ന് കുറേയധികം പൈസയൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നും അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എൻഡായി നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്തുള്ള വാതിലുകൾ കാണുന്നു. ആ വാതിലിന് പുറത്ത് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അകത്ത് മാത്രം ഇരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു എനർജിയിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാത്തത്. അപ്പോൾ അത് ഈ ഒരു സമയം നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ബുദ്ധിപൂർവം പല ചലഞ്ചസും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. എനിക്കിതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തി ഇല്ലാതെ ഒക്കൂല ഒക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും വളരെ റിസ്ക് എടുത്ത് പുറത്തിറങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നവരുണ്ടാകാം. പക്ഷേ വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ തന്നെ നിങ്ങൾ ഒരുപക്ഷെ തുടരുന്നുണ്ടെങ്കിൽ ഈ സമയം അതിൽ ചില ആൾക്കാർ എന്ത് വന്നാലും വേണ്ടുവേല, എനിക്കിനിയും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ വളരെ ആലോചിച്ച് മാത്രം നിങ്ങളത് ചെയ്യുക എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫേവർ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡായി പോകുന്നുണ്ട്. പിന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നതിന് മുൻപുള്ള ഒരു പ്ലാനിങ്ങിലാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്. അതൊരു വലിയ പ്ലാനിങ് ആണ്. അതിന് ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ ഒരു പ്ലാനിങ് ആണ്. എന്തു ചെയ്യണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. ശരിക്കും പ്ലാൻ നല്ലതായാൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന കാര്യം സക്സസ് ആവുകയുള്ളൂ. അതുപോലെ നിങ്ങൾ എന്തോ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു എന്നാണ്, ചെയ്യാനുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു എന്നാണ് കാണുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ചാടിക്കേറി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു സമയം വളരെ കൂർമ്മ ബുദ്ധിയോടെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഓഫീസിലെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനായിട്ട് അനുകൂലമായിട്ടുള്ളൊരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. ശരിക്കും നിങ്ങളുടെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നു എന്നാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏഞ്ചൽസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ നാളായിട്ട് ഡിലേ ആയിട്ട് കിടന്ന കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചില ആൾക്കാർ പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായൊരു സമയമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങളിൽ ദൈവാനുഗ്രഹമൊക്കെ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.